പെർഫ്യൂഷൻ ടെക്നോളജി കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു റെയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതായത് ഹാർട്ട് സർജറി നടക്കുന്ന സമയത്താണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിൻ്റെ ആവശ്യമുള്ളത്. അതായത് ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ടാവും. അതായത് നമ്മുടെ ഹാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഡിസ്ഫങ്ഷൻ ചെയ്തിട്ട് ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള ഇഷ്യൂസ് ക്ലിയർ ചെയ്യുക, സർജറി ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിവൈസുകൾ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഘടിപ്പിക്കുക. ഇങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിൻ്റെ സേവനം കാർഡിയോളജിസ്റ്റിന് നിർബന്ധമാണ്. കാരണം ഹാർട്ട് ലങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിവൈസ് കണക്ട് ചെയ്യുക, ഹാർട്ട് ലങ് ഡിവൈസാണ് പെർഫ്യൂഷൻ ഡിവൈസ് എന്ന് പറയുക. അപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ 0% നിൽക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ അവയവങ്ങളിലോട്ടും ഓക്സിജൻ സപ്ലൈ ചെയ്യണം. ഓക്സിജൻ സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് പെർഫ്യൂഷൻ മെഷീൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഇത്രയേ പറയാനുള്ളൂ. ഓപ്പൺ ഹാർട്ട് സർജറി അല്ലെങ്കിൽ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ഹോസ്പിറ്റലിലോ പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ് ഇല്ലാതെ, പെർഫ്യൂഷൻ മിഷനറീസ് ഇല്ലാതെ ഇങ്ങനത്തെ ഒരു സർജറി നടക്കത്തില്ല. അപ്പോൾ അത്രയും ഡിമാൻഡുള്ള, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ 100% ആവശ്യമുള്ള ഒരു സേവനമാണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റ്. ഇത് മറ്റുള്ള വേറെ ഒരു ആൾക്കാരെ കൊണ്ടും ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. കേരളത്തിൽ ഇതാകെ 5 കോളേജിലെ ഈ കോഴ്സ് ഉള്ളൂ. ഇതിൽ 3 ഗവൺമെൻറ് കോളേജ് തിരുവനന്തപുരം, ഗവൺമെൻറ് കോളേജ് കോട്ടയം, ഗവൺമെൻറ് കോളേജ് കോഴിക്കോട്, ഇങ്ങനെ 3 ഗവൺമെൻറ് കോളേജിലും 2 പ്രൈവറ്റ് കോളേജിലും. ടോട്ടൽ പ്രൈവറ്റ് കോളേജ് എന്ന് പറയുമ്പോൾ ഒന്ന് KMCT, 2 കോഴിക്കോട് മിംസ്, ഇങ്ങനെ 5 കോളേജിലായിട്ട് ടോട്ടൽ 19 സീറ്റ് മാത്രമേ പെർഫ്യൂഷൻ ടെക്നോളജിക്ക് കഴിഞ്ഞ വർഷം വരെ കേരളത്തിലുള്ളൂ. ഇതല്ലാതെ കൊച്ചി അമൃത ഉണ്ട്. അമൃതയുടെ എൻട്രൻസ് എക്സാം എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമൃതയിലും ഈ കോഴ്സ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ പോലെ എല്ലാ ഹോസ്പിറ്റലിലും ഇതിന് ജോലി കിട്ടത്തില്ല. ഇതിന് ജോലി കിട്ടുന്നത് പെർഫ്യൂഷൻ മിഷനറീസ് ഉള്ള, ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുന്ന, ഇപ്പോൾ JSS, നാരായണ, അപ്പോളോ, ആസ്റ്റർ ഇതുപോലത്തെ വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, മെഡിക്കൽ കോളേജസിലും മെഡിക്കൽ ഹോസ്പിറ്റൽസും ഉണ്ട് ഹാർട്ട് സർജറി ചെയ്യുന്ന. ഇങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് റെയർ ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും, ഈ കോഴ്സ് ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയാനും, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് അറിയാനും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കോഴ്സുകളെ കുറിച്ചിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ ലഭ്യമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.